ഒരു പ്രാക്ടീസ് നടത്തി. അതെ, നമ്മുടെ ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്താ സാറേ? ഇപ്പൊ നമ്മൾ ബോധവൽക്കരണം നടത്തി, എന്താ കാര്യം? ഫൈന് കൂട്ടി, വല്ല കാര്യമുണ്ടാ? ഇപ്പൊ തന്നെ ഏകദേശം 10-30 ആയി. ഖജനാവിലേക്ക് കാശ് വരട്ടെ സാറേ, നമുക്കെന്താ? അല്ല സാറേ, നമുക്ക് ഒരു പോലീസുകാരന് ഇപ്പോൾ ഒരു ലാത്തിയല്ലേ ഉള്ളൂ. ഒരു പോലീസുകാരന് 2 ലാത്തി കൈ പിടിക്കാനുള്ള വകുപ്പുണ്ടോ? അതെന്തിനാണ് സാറേ? നമ്മളിപ്പോൾ വണ്ടി നിർത്താവുമ്പോൾ ഒരെണ്ണം വെച്ച് എറിയുമല്ലോ. കൊണ്ടില്ലെങ്കിൽ അടുത്തൊരു ലാത്തി ഉണ്ടെങ്കിൽ അതും കൂടി പരീക്ഷിക്കാലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാര്യം CIന്റെ അടുത്ത് പറയാം. CI സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ലാത്തി ആക്കണ്ട, കുറച്ച് കൂടുതൽ ലാത്തി തരാൻ പറയും. അതെന്തിനാ? അല്ല, നമുക്കത് എവിടെയെങ്കിലും ഒരു സൂക്ഷിക്കാനൊരു സംവിധാനം വേണം. അതിന് നമ്മുടെ മറ്റേ പുള്ളിയില്ലേ, അർജുനൻ. തട്ടിമുട്ടിയില്ലേ? അല്ല, യുദ്ധത്തിലൊക്കെ പോണ ഒരു അർജുനനല്ലേ? നമ്മുടെ രാമായണത്തിലെ അർജുനൻ. മറ്റേ ഭാരതത്തിലെ മഹാഭാരതത്തിൽ പുള്ളി അമ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനം ബാക്കി വെച്ചേക്കുമല്ലോ, എന്താ എൻ്റെ പേര്? അത് മറ്റേ ഇടങ്ങഴി. അല്ല സാറേ, ആവനാഴി. ആവനാഴി. അപ്പൊ CI സാറിനോട് പറഞ്ഞു നമുക്കും അങ്ങനെ ഒരു ആവനാഴി തരാൻ പറയണം. നമുക്ക് ലാത്തി എല്ലാം കൂടെ ഇതിനകത്തൊരു 10-15 ലാത്തി ഇതിൽ കിടന്നാലും നമുക്ക് എങ്ങനെ എടുത്തിട്ട് അപ്പൊ 2 ലാത്തി ആയാലും നമുക്ക് അറിയാമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക എറിയുക. കൊള്ളായിരിക്കും അത്. നല്ല പോയാൽ നിർത്ത്. ഈ ഹെൽമെറ്റ് ഇത് ISI മാർക്കുള്ളതാണ്. നല്ല സ്ട്രോങ് ആണ് സാറേ, അല്ല ലോക്കലും നല്ല ഹെൽമെറ്റാണ്. ആരുടേത്? ഇതെന്റെ. എവിടുന്നാ നിനക്ക്? കാശ് കൊടുത്ത് വാങ്ങിയത്, പുതിയത് വാങ്ങിയാണ് ഇപ്പൊ. ഇതാ നീ പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ? എവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചത്? ഞാൻ ഇന്ന് രാവിലെ പൈസ കൊടുത്ത് വാങ്ങിയാണ് സാറേ. ഈ പഴയ ഹെൽമെറ്റ് ആണോടാ നീ ഇന്ന് കാശ് കൊടുത്ത് മേടിച്ചേ? ഇല്ല സാറേ, ഞാൻ സെക്കൻഡ് ഹാൻഡ് ഇന്ന് രാവിലെ കാശ് കൊടുത്ത് മേടിച്ചാണ് പുതിയതായിട്ട്. എന്റെ ഹെൽമെറ്റ് ആണത്. സാറിന്റെ ഹെൽമെറ്റാ? ഇതാണ് ഇന്നലെ കാണാതെ പോയത്. ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ച് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഈ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയി. സാറേ, അതൊന്നും വേണ്ടട്ടാ. ഞാനും സാറിന്റെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇതൊക്കെ 70കളിലാണ്. അല്ല സാറേ, ഞങ്ങക്ക് പോകണ്ടേ സാറേ? അതെങ്ങനെ ഹെൽമെറ്റ് മോഷ്ടിച്ചിട്ട് അങ്ങനെയായിട്ട് പോവാ? സാർ അത് മോഷ്ടിച്ചതല്ല, സത്യമായിട്ടും പാരിജാതിന്റെ കയ്യിൽ ഞങ്ങൾ മേടിച്ചതാണ്. ഇയാളൊരു കാര്യം ചെയ്യ്, നാളെ പാരിജാതിനെ കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വാ. അല്ല വേണ്ട സാറേ, നമുക്ക് പോയി അങ്ങ് പൊക്കാന്നേ അവനെ. പൊക്കാം, നാളെ അവനെ കൂട്ടിട്ട് വാ കേട്ടോ സാറേ. അപ്പൊ ഞങ്ങൾ തൽക്കാലം ഞങ്ങൾക്ക് പോകണ്ടേ, അപ്പൊ ഹെൽമെറ്റ് ഇങ്ങോട്ട് തന്നാ. ഇത് കളവ് മുതലല്ലോ. എന്താ നിനക്ക് പറഞ്ഞ മനസ്സിലാവാത്ത? ഒരു കാര്യം ഫൈൻ എഴുതി തരാം. എന്തിനാണ് ഫൈൻ എഴുതണോ? നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് പോണ്ടേ? അതിന് ഹെൽമെറ്റ് ഇല്ലല്ലോ. അല്ലെ, ഹെൽമെറ്റ് ഇപ്പൊ ഞങ്ങൾ ഇതുവരെ വെച്ച അല്ലേ വന്നത്. അത് അതിന് കുഴപ്പമില്ല, അത് മോഷണം മുതലാണ്. കാര്യങ്ങൾ പറയാൻ മനസ്സിലാകാത്ത. എടോ, നിങ്ങൾ ഇതുവരെ വന്നപ്പോ നിങ്ങൾക്ക് 2 പേർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് വണ്ടിയിൽ പോണ്ടേ? അതിന് ഒരാൾക്കല്ലേ ഉള്ളൂ. അപ്പൊ ഒരാൾക്കുണ്ടല്ലോ. ഒരാൾക്കുണ്ട്. പിന്നെന്താണ്? നിനക്ക് പോണ്ടേ? നിനക്ക് പോണെങ്കിൽ ഹെൽമെറ്റ് വേണം. ഞാൻ നടന്നു പോയിക്കോളാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. അങ്ങനെ? അല്ല, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പൊ വേണ്ട, അപ്പൊ കുഴപ്പമില്ല. നീ പോയിക്കോളെ, നീ നടന്നു, ഞാൻ നടന്നു. അല്ല, നിക്ക്. ആ പേര് അഡ്രസ്സൊക്കെ പറ. എന്താ പേര്? പേര് ശീതളൻ. ഒരു ശീതളനുള്ളൂ സാറേ. വീട്ടുപേര്? ഒരു കഷ്ടം. ചന്ദ്ര? അല്ല, വീട്ടുപേര് താഴത്തേത്. ചന്ദ്ര താഴ? ഇല്ല സാറേ, താഴത്തേതിൽ മാത്രമേ ഉള്ളൂ. താഴത്തേതിൽ. പോസ്റ്റ് ഇത് തന്നെ, ഈ പോസ്റ്റ് തന്നെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഏതെന്ന് പറയണം സാറേ. ഇത് ഒരു പോസ്റ്റ് സാറേ. നമ്മൾ വാർന്ന് പറയാൻ മതി സാറേ. ഒന്നും ബേജാറുണ്ടോ, ഞാൻ ഒറ്റ എടുക്കലുണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട. ജസ്റ്റ് മിസ്സായി പോയി. സാറേ, എന്ത് പണിയാ സാറേ കാണിച്ചത്? സാറേ, അത് അയാളുടെ മേത്തോണ്ട് വരുന്നില്ല. അവന്മാർ തോന്നിയാസം കാണിച്ചിട്ട് പോയാണ്ടല്ലേ പോലീസുകാർ കൈ കാണിച്ചാൽ വണ്ടി നടത്തണം.
സാറേ നിർത്തിയില്ലാന്ന് വെച്ചാൽ ലാത്തിക്കൊക്കെ എറിഞ്ഞ ആളുടെ തലയെ കൊണ്ട് അയാൾ ചത്തൂലേ? കൊള്ളണം. കൊള്ളാനോട് അറിയണേ. അത് എന്ത് പരിപാടിയാണ് സാറേ? ഇത് എന്ത് മര്യാദ ഇത്? നീ പോലീസുകാരെ നീ ചോദ്യം ചെയ്യാൻ നിൽക്കലേ. പോ നീ നിന്റെ പണി നോക്ക്. സാറ് എടാ പോടാന്നൊന്നും വിളിക്കണ്ട. അത് സാറ് സാറിന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി. പിന്നെ നിന്നെ സാറിന് വിളിക്കണം. അല്ല പിന്നെ സാറൊന്നും വിളിക്കണ്ട, താങ്കൾ എന്ന് വിളിക്കണം. സാർ സൗകര്യം ഇല്ലെങ്കിലോ? അങ്ങനെ വിളിക്കാൻ വിളിക്കാൻ സാറിന് അധികാരമില്ല. യൂണിഫോം ഇട്ടിട്ട് എടാന്ന് ഒരാളെ വിളിക്കാൻ പാടില്ല. സാർ താങ്കൾ സാറ് വിളിച്ച കേട്ടില്ലേ? പോലീസുകാരെ നിയമം പഠിപ്പിക്കാന്ന് പറഞ്ഞാ സാറ് നിയമം തെറ്റിച്ചാൽ പഠിപ്പിക്കാൻ. സാറിന്റെ പേരെന്താ? മന്മഥൻ എന്നല്ലേ? സുഗതൻ, സത്യശീലൻ എന്നല്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഫോട്ടോ പോലീസുകാർ സാറ് വർത്താനം പറയണ്ട. പോലീസുകാരെന്താ കളിക്കാൻ പറഞ്ഞ ലാത്തി എടുത്തിട്ടുണ്ട് സാർ. എടുത്തിട്ട് വാ. കിട്ടി സാറേ. എന്ത് കരച്ചിലാടത്? കരച്ചിൽ ഉത്തരോ? തൊട്ടപ്പുറത്ത് ആ സെല്ലിലൊക്കെ പ്രതികൾ കിടപ്പുണ്ട്. പിന്നെ വനിതാ PC ഒക്കെ അപ്പുറത്തുണ്ട്. അവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ മോശമാണ്, ഞങ്ങൾക്ക് മോശമാണ്. അല്ല സാർ, എന്നാലും ഇത്ര പെട്ടെന്നൊരു സസ്പെൻഷനൊക്കെ വരിക എന്ന് പറയുമ്പോൾ മന്മഥൻ സാർക്ക് എന്തായാലും വിഷമം ഉണ്ടാവില്ല. ഇതിപ്പോ സസ്പെൻഷൻ അല്ലേ, അല്ല ഡിസ്മിസ് ചെയ്തൊന്നുമല്ലല്ലോ. സസ്പെൻഷൻ ആണ്. കയറി വന്ന 6 മാസം മാത്രമല്ല 10 ശമ്പളവും കിട്ടും. പിന്നെ എന്താ പ്രശ്നം? ആ സസ്പെൻഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ സന്തോഷിച്ചേനെ. കുടുംബത്ത് പോയിരിക്കാലോ. 6 മാസം പകുതി ശമ്പളം കിട്ടില്ലേ? സാറേ, ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ഒരു അറിയിപ്പ് തരണ്ടേ? അറിയിപ്പ് തന്നില്ല. അത് പോയിട്ട് ഇതിനകത്ത് എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. ഞാൻ എന്ത് ചെയ്ത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. അല്ല സാറേ, അശ്രദ്ധയോടെ ലാത്തി എറിഞ്ഞു എന്ന് അതിൽ പറയുന്നുണ്ടല്ലോ. അത് പറയുന്നുണ്ട്. ഇനി ആ ലാത്തി എറിഞ്ഞ ആള് മരിച്ചു പോയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ സസ്പെൻഷൻ? ചിലപ്പോ ആയിരിക്കും. അതിന് ലാത്തി കൊണ്ടില്ല, ആള് മരിച്ചില്ല, ഒന്നും സംഭവിച്ചില്ലേ. പിന്നെ എന്തിനാണ് സാറേ ആ ഡിപ്പാർട്ട്മെന്റ് എന്നെ സേവിച്ചതിന് എനിക്ക് കിട്ടണം. അതും ശരിയാണ്. അല്ല സാറേ, നമ്മുടെ രമേശൻ സാർ ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണല്ലോ. നമുക്ക് അവിടെ ഒന്ന് വിളിച്ചു വെച്ചാൽ കാരണം അറിയില്ലേ? ഓ, രമേശൻ. അതെ, അത് മതിയല്ലോ. വിളിക്കും സാറേ, ഒന്ന് വിളിച്ചു ചോദിക്കും സാറേ. രമേശനെ വിളിച്ചറിയാലോ. അതെ. എന്താണ് സാറേ, ഊണുമില്ല ഉറക്കമില്ലാതെ പോലീസ് പറഞ്ഞ് സേവിച്ച് എനിക്കിത് കിട്ടണം. ഹലോ, രമേശ, ഞാൻ സത്യനാണ്. അതെ, നമ്മുടെ സ്റ്റേഷനിലെ മിസ്റ്റർ മന്മഥനുണ്ടല്ലോ, PC. മന്മഥൻ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണേ. എന്താ കാരണം എന്നുള്ളത് അറിഞ്ഞൂടാ. റീസൺ ഇതിനകത്ത് എഴുതിയിട്ടില്ല ശരിക്ക്. അത് എന്താന്നുള്ളത് അറിയാമോ? ഓ, അത് ശരി. അത് ഗുരുതരായിട്ടുള്ള തെറ്റുന്നെയാണ്. ഫാക്ട്. ശരി, വെച്ചു. മഹാപരാധമാണ് സാറേ ഞാൻ ചെയ്തത്. താൻ എന്തൊരു പോലീസുകാരനാണോ? എന്ത് തെറ്റാ സാറേ ഞാൻ ചെയ്തത്? എന്ത് തെറ്റാ ചെയ്തതെന്ന്? ഇവിടെ ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളണം. താൻ എറിഞ്ഞിട്ട് കൊണ്ടോ? ഇല്ലല്ലോ. ഉന്നം തെറ്റി. ഇനി അടുത്തത്, എറിഞ്ഞ ലാത്തി ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുകയും ചെയ്തില്ല. അത് ഏതോ പോസ്റ്റിന് ചെന്നുകൊണ്ട് 2 ആയി ഒടിഞ്ഞും പോയി. മറിമായം.